ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയും കുഴപ്പമില്ല. ഡാഡിക്ക് ഇച്ചിരി വയ്യാഴിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോയാണ്. അപ്പോൾ ഞാൻ അവനെ കാണിക്കാഞ്ഞത്, അവൻ ഉടുപ്പെല്ലാം ഊരിയിട്ടാണ് ഇവിടുന്ന് പരിപാടി ചെയ്യുന്നത്. ഫാനൊക്കെ തുടയ്ക്കുകയും അങ്ങനെ അവിടെയുള്ള കുറച്ച് ജോലികളൊക്കെ അവൻ ചെയ്തു തരുക. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ രീതിയിലായ നമുക്ക് വെളിയിൽ നിന്ന് മക്ഡോണലിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലുള്ള മുട്ട വെച്ചുള്ളൊരു മുട്ട ബർഗർ നമുക്ക് ഉണ്ടാക്കാം. അത് ഞാനിപ്പോൾ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ ടൊമാറ്റോയും. അപ്പം നമ്മുടെ കൊച്ചു ബിജീസ് കിച്ചൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പം ഞാൻ ചെയ്തത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക. നമ്മളെ കഴിയുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു ചെയ്യാൻ പറ്റുന്നത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. അവിടുന്ന് നമ്മൾ മക്ഡോണലിൽ നിന്ന് കഴിക്കുന്നതിന് അത്രയും അങ്ങ് പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും ഒപ്പിച്ചെടുത്തു. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇതിനു വേണ്ടി നമുക്ക് വലിയ മുട്ടയുടെ ആവശ്യമില്ല. കുഞ്ഞു മുട്ട ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക. കാരണം നമ്മുടെ ഇഡലി തട്ട്, എൻ്റെ സ്റ്റീലിൻ്റെ ഇഡലി തട്ടിലാണെങ്കിൽ അത് കവിഞ്ഞൊഴുകും. ഇതാണെങ്കിൽ ഇച്ചിരി വലിയ കുഴിയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഏറ്റവും ചെറിയ മുട്ടയാണ് എടുത്തത്. കാരണം ഇച്ചിരി ലിക്വിഡ് എങ്ങാനുണ്ടെങ്കിൽ ചിലതൊക്കെ ഈ കിഴുത്തേ കൂടെ പോയി താഴെ പോയി ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ കട്ട കെട്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ തട്ടിൽ ഞാനത് തെറ്റുമായി പോയി ചെയ്തത്. മുകളിലത്തെ തട്ട് വെച്ചാൽ മതിയായിരുന്നു, അടിയിലത്തെ തട്ട് വെക്കണ്ടായിരുന്നു. കാരണം ഇഡലി പോലല്ല ഇത്, അടിയിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ആവി കയറി അതിൻ്റെ മുകളിൽ വെള്ളം ആയാലും കുഴപ്പമില്ല, പിന്നെ അങ്ങ് ഉണങ്ങിയായിരുന്നു. എന്നാലും മുകളിലത്തെ തട്ട് വെക്കുക തന്നെയാണ് നല്ലത്, അടിയിലത്തെ തട്ട് വെക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ നമ്മുടെ പരാപരം ഈ കുഴിക്കകത്ത് തന്നെ കിടക്കുക. അതിൽ ഞാൻ ഉപ്പ് പരലല്ല ഇട്ടത്, ഉപ്പ് ഇച്ചിരി വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നിട്ട് ആ നീരാ മുട്ടയിൽ ഒഴിച്ചത്. അങ്ങനെ ഓരോന്നും ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് പൊട്ടിച്ചൊഴിക്കാതെ ഇങ്ങനെ ബൗളിലാക്കിയിട്ട് പതുക്കെ ഒഴിക്കുക. ആ മഞ്ഞ വീഴുമ്പോഴത്തേനും പ്ലക്കോന്നും പറഞ്ഞ് ഇത്തിരി ഒന്ന് അങ്ങോട്ടൊക്കെ അങ്ങ് ആവും. ഞാൻ ഇത് വെള്ളം ഇതിപ്പോൾ ചൂടായിട്ട് കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് വറ്റാനും അങ്ങ് ഡ്രൈ ആവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പം ചെറിയ മുട്ട എടുക്കാൻ നോക്കേ. അപ്പോൾ എല്ലാം ഞാൻ ഈ 5 എണ്ണത്തിൽ ഒഴിക്കട്ടെ. അതാണ്ട് ഇതിലൊഴിച്ചത് കണ്ടോ, ഇത്തിരി ഇങ്ങോട്ട് സ്പ്രെഡായത്, അത് ആ കിഴുത്തേക്കൂടെ അങ്ങ് താഴെ പോയി വെള്ളത്തിലിങ്ങനെ കെട്ടിക്കിടന്ന് അങ്ങ് വെന്ത് വരും. അപ്പം ഞാൻ എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ബർഗർ ബണ്ണിൻ്റെ അകത്ത് 3 എണ്ണ ഉള്ളായിരുന്നു ബർഗർ ബണ്ണ്. ബാക്കി ഞങ്ങളല്ലാത്ത, കാരണം ഇന്നലെ വൈകിട്ട് ഇവന്മാർക്ക് 2 എണ്ണം ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ ബന്നങ്ങ് തീർന്നു. അപ്പോൾ സാധാ ബ്രെഡിലാണ് ഞാനും റീച്ചാനും കഴിച്ചത്. സാധാ ബ്രെഡിൽ ഇതുപോലെ മുട്ട വെച്ചിട്ട് വെജിറ്റബിൾസൊക്കെ വെച്ച്, അപ്പോൾ മയോണൈസും ടൊമാറ്റോ സോസൊക്കെ തേച്ചിട്ട് ഈ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് നമ്മുടെ മുട്ട ഒരു 5-8 മിനിറ്റൊക്കെ ആയപ്പോഴത്തേനും അതൊന്ന് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലൊക്കെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നുകൂടി ഇങ്ങനെ ഇപ്പം അടിയിൽ തട്ടിൻ്റെ അകത്ത് എണ്ണ തേക്കണേ, അല്ലെങ്കിൽ ഇത് ഇച്ചിരി ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓരോന്നിങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കട്ടെ. എന്നിട്ട് ഇപ്പം ഞാൻ മറ്റേ സാധാ ബ്രെഡിലായപ്പോൾ അതൊന്ന് നമ്മൾ ഈ ടോസ്റ്ററിൻ്റെ അകത്ത് വെച്ചത് കൊണ്ട് അതങ്ങ് അമങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെജിറ്റബിൾസ് ഒന്നും വെളിയിൽ പോകത്തില്ലായിരുന്നു. അതങ്ങ് പ്രസ് ചെയ്ത് വെച്ചോണ്ടേ പിന്നെ ഗ്യാസേ വെക്കുമ്പോൾ അതങ്ങ് രണ്ടും കൂടെ അങ്ങ് ജോയിൻ്റ് ആകുമായിരുന്നു. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുറച്ച് ടൊമാറ്റോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ചപ്പാത്തിക്ക് പോൾമോന് ടൊമാറ്റോ ചട്നി ഇഷ്ടമാണ്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെയായി. മറ്റവന് ടൊമാറ്റോയൊക്കെ ഇഷ്ടം, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അപ്പോൾ ഇന്നലെ കൊച്ചവൻ്റെ ഉണ്ടാക്കി കൊടുത്താണ്, ഇന്ന് ഇന്തി ചെന്നാൽ വലിയവൻ ഉള്ളതുണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോയൊക്കെ, ചെറിയ ടൊമാറ്റോ ആയിരുന്നു. ഇപ്പോൾ കിട്ടുന്ന ടൊമാറ്റോ ഒരു പ്രത്യേക ടൊമാറ്റോ, ഇത്തിരി ഒക്കെ കേടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഉച്ചക്കകത്ത് ഇതങ്ങ് ചെയ്ത് വെച്ചാൽ പിന്നെ ചപ്പാത്തിക്കാർക്ക് ടെൻഷൻ ഇല്ലല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വൈകുന്നേരമല്ല ഇവർ ചോറൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് സ്വല്പം കടുകും ഇട്ട് ഇച്ചിരി ജീരകവും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് സവാള ഇപ്പം നിങ്ങളുടെ ഇവിടെയൊക്കെ എന്തോ വിലയാണ്, ഇവിടെ 55 രൂപ. ഞാൻ ഈ സാധനം ഓർഡർ ചെയ്യുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചാണ് 55 രൂപ. സവാള, വെളുത്തുള്ളി 1/4 കിലോ 80 രൂപയെന്ന് പറഞ്ഞ്, ഉരുളൻകിഴങ്ങ് 45 രൂപ. അതുപോലെ ഉണക്ക നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലേ,
പച്ചയല്ല ഉണങ്ങിയത്, അത് 1/2 കിലോ 95 രൂപ. ഈ എല്ലാത്തിനും വിലയില്ലേ. ഗവൺമെൻറ് ഓരോരുത്തർക്കും ഓരോ സഹായങ്ങൾ ചെയ്യും, എന്നിട്ട് ഈ പാവങ്ങളുടെ കയ്യിൽ നിന്നാ ഇങ്ങനെ സാധനങ്ങൾക്കൊക്കെ അങ്ങ് വില കൂട്ടും. അപ്പം അതിൽ നിന്നുള്ളത് ഇങ്ങനെ അങ്ങ് ഈടാക്കാം. ഇല്ല ഇപ്പം ജിയോ നെറ്റ്വർക്ക് ശരിയല്ലെന്ന് പറഞ്ഞൊന്ന് പോൾമൻ പറഞ്ഞ അംബാനി മോൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കിന് ജിയോയുടെ റേറ്റും കൂടി, റീചാർജിൻ്റെ റേറ്റും കൂടി, ജിയോ നെറ്റ്വർക്കും ഇല്ല, ആകെ ലപ്പടയാണ്. അപ്പം ഞാൻ ഈ സവാളയൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ ടൊമാറ്റോയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം. അത് കഴിഞ്ഞ് അതവിടെ ഇട്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്ക് അടച്ച് കൊടുക്കണം. അപ്പോൾ അത് വെള്ളം ഇറങ്ങി നന്നായി ഒന്ന് വാടി കിട്ടും. അവസാനം വെള്ളം വറ്റുന്നുണ്ടെ അത് തുറന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വഴറ്റിയെടുത്താൽ മതി ഒന്നുകൂടെ. പിന്നീട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി പിന്നെ ബീൻസ് തോരൻ വെക്കാനായിട്ട് ബീൻസൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വെള്ളം ഇറങ്ങി ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് കുറച്ചുകൂടെ ഒന്ന് തീ കുറച്ചിട്ട് അവിടെ അടച്ചിടും. അപ്പോൾ പോൾമോനിപ്പം പ്രൈസനെ വിടാൻ പോയണേ ഞാൻ പാൽ വാങ്ങിക്കാതെ ഞാൻ പറഞ്ഞ് കറിവേപ്പിലയും കൂടെ കൊണ്ടുവരാം. ഇപ്പോൾ കൊണ്ടുവന്നത് നല്ല ഫ്രഷ് കറിവേപ്പില, നല്ല മണമുള്ള കറിവേപ്പിലയായിരുന്നു. നല്ല കറിവേപ്പില, നല്ല മണമുള്ള കറിവേപ്പില. അതിനൊന്ന് കഴുകി എടുത്ത് വെക്കണം. മീനില്ലാത്തതുകൊണ്ട് വല്ലാതെ. മഴയൊക്കെ തീർന്നെന്നും പറഞ്ഞിരുന്ന പിന്നെയും മഴയുണ്ട്. അങ്ങനെ ഇന്ന് ആകെ ഇന്ന് പക്ഷേ എനിക്ക് തുണി കഴുകണ്ട, അതുകൊണ്ട് കുഴപ്പമില്ല. തോരനൂടെ വെച്ചിട്ട് സാമ്പാറിനെല്ലാം അരിഞ്ഞിട്ടേക്കും. അതൊന്ന് അരിഞ്ഞെന്ന് പറയാൻ ചേന ഇതെല്ലാം അരിഞ്ഞ് വെച്ച് അത് വെള്ളത്തിൽ ഇട്ടേക്കുന്നു. ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ചെയ്ത് 1-2 പ്രാവശ്യം കഴുകി വീണ്ടും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അത് ഇനി ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരണം. ഇതൊക്കെ കഴുകി വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടേക്കുക. ഇതും നന്നായി കഴുകി ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇളക്കിയൊന്ന് അടച്ചു വെച്ചിട്ട് ഫോണൊക്കെ കൊണ്ടുവച്ചോടാ, കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ പ്രൈസം വന്ന് അതിൻ്റെ മണ്ടേ കയറിയിരിക്കും. ഇന്നലെ ക്ലീൻ ചെയ്യാൻ നേരം സ്റ്റൂള് നമ്മളെ താഴെ വെക്കുന്നത്, എടുത്തോണ്ട് താഴെ പോയില്ല. അതിൻ്റെ മണ്ടേ കയറിയിരിക്കാം. പ്രൈസനും പോളും പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എടുത്തോണ്ടെന്ന് വെച്ചാൽ പിന്നെ വൈകിട്ട് വരുമ്പം പിന്നെ അല്ലെങ്കിൽ ബഹളമുണ്ട്. അപ്പോൾ സ്റ്റൂൾ അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ടുവെക്കുന്നത്. എന്നിട്ട് താലയിട്ട് ഇതിട്ട് നമ്മൾ ചാവിയിട്ട് പൂട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മീൻസ് എടുത്തോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ ഒരു പ്രാവശ്യം ഞങ്ങൾ അതിൻ്റെ മണ്ടയിലേ ഞങ്ങളുടെ ഈ വീൽ ചെയറിൻ്റെ ഒരു വീൽ ഇളകിപ്പോയി. അപ്പം മുറിയിൽ ഇങ്ങനെ ഇങ്ങനെ കണങ്ങാന്ന് പറഞ്ഞ് കിടക്കണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ കൊണ്ടുപോയി ചെയറിൻ്റെ മുകളിൽ വെച്ച് പിറ്റേന്ന് കഴിച്ചാൽ വീൽ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം നോക്കിയോണ്ടേ അതിൻ്റെ അകത്തെ വേറൊരു വീൽ ആരോ ഊറ്റിക്കൊണ്ട് പോയി. അവരെന്തിച്ചാണ് നമ്മൾ കളയാനായിട്ട് വെച്ചേക്കുമായിരിക്കുമെന്ന്. അപ്പോൾ അതിലുള്ള നല്ല വീലങ്ങ് അവരങ്ങ് ഊരിയെടുത്ത്. അതുകൊണ്ട് നമ്മളെപ്പോഴും പൂട്ടി വെക്കത്തേ ഉള്ളൂ. ചപ്പാത്തി കൊടുക്കേണ്ടവർക്ക് ചപ്പാത്തി കൊടുത്തു. സാമ്പാറായി. അതിലിനി കടുകൂടെ ചേർക്കട്ടെ.
സാമ്പാറൊക്കെ റെഡിയായി. എന്നിട്ട് വൈകുന്നേരം ആയണ ഞാൻ കുറച്ച് ഇരുമ്പം പുളി ഉണ്ടല്ലേ, നാളെ ഞാൻ ഇത് പച്ചയ്ക്ക് അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തങ്ങ് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഈ ആൾക്കാർക്ക് കൊടുക്കാനൊന്നും ഉണ്ടാക്കാക്കത്തില്ല, നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കാൻ പറ്റും. കാരണം അത് ഫ്രീസറിൽ വെക്കുമ്പോൾ ഇത്തിരി വെള്ളം കണ്ടൻ്റൊക്കെ അതിൻ്റെ അകത്ത് കാണും, അതിത്തിരി ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ അതെടുത്ത് ഇന്ന് പ്രീസമോന് ഭയങ്കര ഇഷ്ടമാണ് ഇരുമ്പം പുളി അച്ചാർ. അപ്പോൾ ഇന്നെന്നാ വൈകിട്ട് അതങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി കടുക് ഉലുവായി ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചങ്ങ് ഇടുക. അപ്പം നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തേക്കിനല്ലേ, അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും എടുത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഓരോ കിലോയ്ക്കും ഇത്ര ഗ്രാം എന്നുള്ള അളവിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നത്. ഞാനിത് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഞാൻ മീൻ കറി വെച്ചു, പിന്നെ ഇരുമ്പം പുളി മാങ്ങാക്കറി പോലെ വെച്ചു. അപ്പം താഴെ അത് ഇലയൊക്കെ തളിർത്ത് വരുന്നുണ്ട്, ഇനി അത് പൂക്കാറൊക്കെ ആയി. അതുകൊണ്ട് ഇനിയും ഇതെടുത്ത് ഞാൻ ചിന്തിച്ചെന്നാൽ അങ്ങ് അച്ചാറിടാമെന്ന്. 1.5 കിലോ കാണും, അത്രയും എടുത്ത് ഇടാമെന്ന് വെച്ച്. പോള് പിന്നെ എല്ലാ അച്ചാറും കഴിച്ചോളും. അവന് ഇന്ന അച്ചാർ വേണം, ഇന്ന അച്ചാർ. പക്ഷേ അവന് ഏറ്റവും കൂടുതൽ പിന്നെ ഒന്നുകൂടി ഇഷ്ടം ഇത് നമ്മുടെ ഡേറ്റ്സ് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ നോൺ വെജ് എല്ലാം ഇഷ്ടമാണ്, എന്നാലും ഈ വെജിൽ ഈ ഡേറ്റ്സ് അച്ചാർ അവന് ഭയങ്കര ഇഷ്ടം. അതൊരിത്തിരി നല്ല മധുരമൊക്കെ. ഇന്നാളി ബിരിയാണിക്ക് അതിൻ്റെ കൂടെ എടുത്തോണ്ട് സൂപ്പറായിരുന്നു. അന്ന് വന്നേ മോസസിനും ഇഷ്ടം അതായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ മിക്സും ഇടുന്നുണ്ട്, അല്ലാത്ത കാശ്മീരി ഇടുന്നുണ്ട്. ഒരു കൈക്കണക്കിന് കുറച്ചങ്ങ് ഇട്ടതാ. അപ്പോൾ ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഉണ്ടാക്കിയ എണ്ണ ഞാൻ പറഞ്ഞില്ലേ, ഇത്തിരി ഇത് ഈ ഫ്രീസറിൽ ഇരുന്നത് കൊണ്ട് ഇത്തിരി വെള്ളത്തിൻ്റെ അംശം കണ്ടൻറ്റ് പോലെ ഇത്തിരി കൂടുതലായത്. ഇച്ചിരിയും വിനാഗിരിയെ ഒഴിച്ചുള്ളൂ, പക്ഷേ അതങ്ങ് ഇത്തിരി അങ്ങ് ലൂസ് പോലായി. ഞാൻ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇച്ചിരി തിളച്ച വെള്ളവും ഞാൻ ഒഴിച്ചായിരുന്നു, പക്ഷേ ആ വെള്ളം ഒഴിക്കണ്ടായിരുന്നു. ഇതിൽ നിന്നുള്ള വെള്ളം ഊറുമായിരുന്നു പുളിക്കകത്തു നിന്നുള്ള. ഞാനിങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല, സാധാ ഫ്രഷ് പുളി ഇന്നാളി ഉണ്ടാക്കിയായിരുന്നു. അതിനും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇത് ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് ഞാൻ നോക്കിയുണ്ടേ അതിത്തിരി അതിൻ്റെ അകത്ത് ഐസ് പോലുള്ള ഇതെല്ലാം ഒന്ന് മാറി വന്നപ്പോഴത്തേക്കിനും ഇച്ചിരി ഒന്ന് ലൂസായിപ്പോയി. ഞാൻ അന്നേരം അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടേ ഞാൻ ജനലിൻ്റെ അവിടെ ഇങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ കൂടുതലും ജനലിൻ്റെ അവിടെ പോയി നിൽക്കുന്നത്. അപ്പം ജനലിൻ്റെ അവിടെ പോയി നിന്നുണ്ടെങ്കിൽ ഒരു അപ്പനും മോനും കൂടെ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് അവനിങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുന്നു. അപ്പൻ എന്തോ ഇതെന്നോ ഇവനങ്ങ് നടന്നു പോയണേ അപ്പൻ ഇപ്പിഞ്ഞ് സൈഡിൽ കാറിൻ്റെ അവിടെ പാത്ത് നിന്നു. അവനവിടെ നിന്നിങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് അപ്പനെ നോക്കുക. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ആ സീനെല്ലാം അങ്ങ് പോയി. അപ്പൻ പിന്നെ കൊച്ചിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോകുന്നതേ എടുക്കാൻ കിട്ടിയുള്ളൂ. ഇവൻ അങ്ങ് മുമ്പിൽ കയറി ഓടിപ്പോയണേ അപ്പൻ ഇങ്ങനെ പാത്ത് നിന്നു. ഇവൻ്റെ ചിന്ത അപ്പനും കൂടെ ഉണ്ടെന്നുള്ളതാണ്. അവൻ പിന്നെ തിരിഞ്ഞിങ്ങ് വന്നിട്ട് നോക്കിയുണ്ടെങ്കിൽ അപ്പനെ ഒരു ഇച്ചിരി കണ്ടപ്പോഴത്തേക്കും അവൻ വീണ്ടും ഓടി അങ്ങ് മുമ്പോട്ട്. കാണാനൊരു രസമായിരുന്നു. അപ്പം പിന്നെ അച്ചാറൊക്കെ ഞാൻ എടുത്ത് ഡബ്ബയിലാക്കി. രാത്രി ആയപ്പോഴത്തേക്കും തണുത്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ബെല്ലൈക്കോട്ടൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.